ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനലൈസിലെ ഒരു കണ്ടീഷൻ മാത്രമാണ്. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക്ക് വേണ്ടുന്ന എല്ലാ അഗ്രിഗേറ്റ് ഡിമാൻഡ് നീഡ്സും അവിടുത്തെ ഇൻഡസ്ട്രികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു, സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അതായത് ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡിനനുസരിച്ച് ആ എക്കണോമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സെക്ടറും, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടർ എല്ലാത്തിനും കൂടെ ചേർത്ത് ആ രാജ്യത്തിന് വേണ്ടുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള സപ്ലൈ കൊടുക്കാൻ കഴിയുന്നു. ഇതാണ് ഈ ഒരു മീറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ആവശ്യം നിറവേറ്റാനുള്ള കഴിവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ. നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ ഈസ് എ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ഇൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഡെവലപ്ഡ് ബൈ വാസിലി ലിയോൺടിഫ്. വാസിലി ലിയോൺടിഫ് ഡെവലപ്പ് ചെയ്ത ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലിലെ ഒരു സ്റ്റെബിലിറ്റി കണ്ടീഷൻ മാത്രമാണ് ഈ ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്റ്റെബിലിറ്റി കണ്ടീഷൻ ആണ്. എന്താണ് ആ സ്റ്റെബിലിറ്റി കണ്ടീഷൻ സൂചിപ്പിക്കുന്നത്? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് എ പോസിബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ഓൾ ഇൻഡസ്ട്രീസ്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതായത് ഒരു എക്കണോമിയിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവില്ല, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഒരു എക്കണോമിയുടെ മൊത്തം ഡിമാൻഡ്. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യത്തക്ക ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിലെ ഇൻഡസ്ട്രീസിന് കഴിയുന്നതാണ് ഈ ഒരു സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെബിലിറ്റി കണ്ടീഷനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് ഡേവിഡ് ഹോക്കിൻസ് ആൻഡ് ഹെർബർട്ട് എ സൈമൺ. ഇവർ രണ്ടുകൂടെ ചേർന്നിട്ടാണ് ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വേർ ഇറ്റ് ഈസ് യൂസ്ഡ്, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇൻ ദ ലിയോൺടിഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ദ ബേസിക് ഇക്വേഷൻ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് എഫ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് വെക്ടർ ആണ്. ഓക്കെ, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് പിന്നെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഇതാണ്. അത് സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. അടുത്തത് എ എന്ന് പറയുന്നത് ഇൻപുട്ട് കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ്. അതായത് മാട്രിക്സ് അറിയാവുന്നവർക്ക് അറിയാം, ഇതൊരു 2x2 മാട്രിക്സ് ഇദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എഫ് എന്ന് പറയുന്നത് ഫൈനൽ ഡിമാൻഡ്. ഇതൊക്കെയാണ് ഈ ഇക്വേഷനിലെ ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. അതായത് ഈ രീതിയിൽ എഴുതാന്നുള്ളതാണ്. I minus a of x is equal to f എന്ന് വരും. അതായത് ഈ എഫ് എന്താണ് സൂചിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. ഇനി x is equal to I minus a the whole raised to minus 1 f ആണ്. അതായത് ഇതിന്റെ ഇൻവേഴ്സ് ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ എഴുതുകയാണ്. അതായത് ഇത് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ദിസ് ഇൻവേഴ്സ് I minus a the whole raised to minus 1 to exist and give positive output level. ഇതിൽ ഈ ഒരു ഇൻവേഴ്സിന് പോസിറ്റീവ് ഔട്ട്പുട്ട് ലെവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് ഞാൻ പറയാം. ആദ്യം I minus a of x is equal to f എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നതാണ്, അതിൽ എക്സ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഓൾ ഇൻഡസ്ട്രീസ് ആണ്. എല്ലാ ഇൻഡസ്ട്രീസും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ഇൻപുട്ട് കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ്. ഇൻപുട്ട് കോഎഫിഷ്യന്റ് മാട്രിക്സ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഈച്ച് ഇൻഡസ്ട്രി യൂസസ് ഫ്രം അതേഴ്സ്. അതായത് ഒരു ഇൻഡസ്ട്രിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് മറ്റു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടയർ ഇൻഡസ്ട്രിക്ക് റബ്ബറാണ് ടയർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു ഇൻഡസ്ട്രിക്ക് മറ്റൊരു ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് ഈ എ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഫൈനൽ ഡിമാൻഡ്. ഇപ്പം കൺസംഷൻ വരെ, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്സ്, ഇതെല്ലാം ഫൈനൽ ഡിമാൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ എക്സ് മൈനസ് ഇന്റർമീഡിയറ്റ് യൂസ് ആണ് ഈ എ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷനും ഏത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റർമീഡിയറ്റ് യൂസ് എ എക്സ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈനൽ ഡിമാൻഡ് എഫ് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇക്വേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എ എക്സ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഡിമാൻഡ് ആണ് ഈ എ എക്സ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്ക് മറ്റൊരു ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഇന്റർമീഡിയറ്റ് ഡിമാൻഡ് ആണ് എ എക്സ് എന്ന് പറയുന്നത്. അതിന് മൈനസ് ചെയ്യണം, നല്ല ഫൈനൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിങ് വരും. അതുകൊണ്ട് എക്സ് മൈനസ് എ എക്സ് ഇസ് ഈക്വൽ ടു എഫ്. ഓക്കെ, അതാണ് അതിന്റെ ഫൈനൽ എന്ന് പറയുന്നത്. അടുത്തത് ഇത് സൂചിപ്പിക്കുന്നത് ആഫ്റ്റർ ഇൻഡസ്ട്രി സപ്ലൈ ഗുഡ്സ് ടു ഈച്ച് അതർ. അതായത് ഓരോ ഇൻഡസ്ട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമീഡിയറ്റ് ഗുഡ് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ദ റിമൈനിങ് ഔട്ട്പുട്ട് മസ്റ്റ് ഈക്വൽ ഫൈനൽ ഡിമാൻഡ്. റിമൈനിങ് ഔട്ട്പുട്ട് ഫൈനൽ ഡിമാൻഡ് ഈക്വൽ ആയിരിക്കണം. അതാണ് ആദ്യത്തെ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു I minus a the whole raised to 1 minus f. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അത് ഇങ്ങനെയാണ് പറയുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട് എക്സ് റിക്വയർഡ് ഇൻ ദ എക്കോണമി ഡിപ്പെൻഡ്സ് ഓൺ ഫൈനൽ ഡിമാൻഡ് എഫ്. അത് എക്സ് എന്ന ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് ആ ഔട്ട്പുട്ട് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? എഫ് എന്ന ഫൈനൽ ഡിമാൻഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ആൻഡ് ദ പ്രൊഡക്ഷൻ സ്ട്രക്ചർ എ, അതായത് ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻ സ്ട്രക്ചർ എയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ എക്സ് ടോട്ടൽ ഔട്ട്പുട്ട് ആണല്ലോ, മനസ്സിലായില്ലേ? പിന്നെ എക്കണോമിക്കലി ഒരു മീനിങ് ഉണ്ട് ഇതിന്. അതായത് ഈ ഫൈനൽ ഡിമാൻഡ് ഇൻക്രീസസ്, അതായത് ഫൈനൽ ഡിമാൻഡ് കൂടുകയാണെന്ന് ടോട്ടൽ ഔട്ട്പുട്ട് മസ്റ്റ് ഇൻക്രീസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണ്ടീഷൻ ഇതാണ്. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്താണ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും കൂടിയേ പറ്റൂ, എന്നാലേ അവർ ഇക്വിലിബ്രിയത്തിൽ എത്തത്തുള്ളൂ. അപ്പോൾ ഈ മെട്രിക്സ് ഈ I മൈനസ് എ ദ ഹോൾ റൈസ് ടു 1 മൈനസ് 1 എന്ന് പറയുന്നത് ഈസ് കാൾഡ് ദ ലിയോൺടിഫ് ഇൻവേഴ്സ്. ഇതിനാണ് ലിയോൺടിഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് ഡയറക്റ്റ് റിക്വയർമെന്റ്സിനെയും ഇൻഡയറക്റ്റ് റിക്വയർമെന്റ്സിന്റെയാണ്. ഇൻഡസ്ട്രീസിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിക്വയർമെന്റ് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഇക്വേഷന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഇക്വേഷന്റെ ടെക്നിക്കലുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആൾക്കാർ 100 രൂപ വിലയുള്ള കാറുകൾ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു കാറിന് 100 രൂപ. അപ്പം ഇങ്ങനെ 100 രൂപ വിലയുള്ള കാറുകളാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാർ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം? സ്റ്റീലിന്റെ ആവശ്യമുണ്ട് അതിന്റെ ബോഡി നിർമ്മിക്കുന്നത്. സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം? കോളിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഈ കോൾ വെച്ചിട്ടാണ് അത് ബേൺ ചെയ്തിട്ടൊക്കെയാണ് ആ പ്രോസസ്സിലൂടെയാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. കോൾ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം? മെഷീനറി വേണം. ഓക്കെ, ഈ മെഷീനറി വെച്ചാണ് എന്ത് ഈ കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ 100 രൂപയുടെ ഫൈനൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ത് വിൽ ബി മോർ ദാൻ 100. അതായത് 100 രൂപയുടെ ഡിമാൻഡാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ ഇൻഡസ്ട്രിയും കൂടെ ചേർന്ന് 100 രൂപയിൽ കൂടുതൽ ഒരു പ്രൊഡക്ഷൻ വരും. ഓക്കെ, അപ്പം എന്താണ്? ദ ടോട്ടൽ റിക്വയർഡ് പ്രൊഡക്ഷൻ ഈസ് ഗിവൺ ബൈ, അപ്പം ഈ ടോട്ടൽ റിക്വയർഡ് പ്രൊഡക്ഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു I മൈനസ് എ ദ ഹോൾ റൈസ് ടു -1 എഫ് എന്ന് പറയുന്നത്. ഇത് ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കാണിക്കുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് റിക്വയർഡ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയുടെ റിക്വയർഡ് ആയിട്ടുള്ള ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കണം? ഈക്വൽസ് ഫൈനൽ ഡിമാൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ലിയോൺടിഫ് ഇൻവേഴ്സ്. അതായത് ഫൈനൽ ഡിമാൻഡ് ഈ ലിയോൺടിഫ് ഇൻവേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്ത ആ തുകയ്ക്ക് തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എന്താ പറയുന്നത്? ഇത് വിച്ച് ക്യാപ്ചേഴ്സ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇന്റർ ഇൻഡസ്ട്രി റിക്വയർമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രീസ് തങ്ങളിലുള്ള റിക്വയർമെന്റ് ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. അതാണ് ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹാക്കിൻ-സൈമൺ കണ്ടീഷൻ നോക്കാം. അത് സ്റ്റേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ദ കണ്ടീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് all the principal minor of the matrix, അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, അതിൽ മെട്രിക്സിലെ എല്ലാ പ്രിൻസിപ്പൽ മൈനേഴ്സും അതായത് I മൈനസ് എ മസ്റ്റ് ബി പോസിറ്റീവ്. ഇത് പോസിറ്റീവ് ഫിഗേഴ്സ് ആയിരിക്കണം, അതായത് നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, മൈനസിൽ പോകാൻ പാടില്ല. ഇൻ സിമ്പിൾ ടേംസ് ദ ഡിറ്റർമിനന്റ്, അതായത് ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് I മൈനസ് എ എന്ന് പറയുന്നത് മസ്റ്റ് ബി പോസിറ്റീവ്. ഓൾ ലീഡിങ് പ്രിൻസിപ്പൽ മൈനേഴ്സ് മസ്റ്റ് ആൾസോ ബി പോസിറ്റീവ്. അതായത് ഇതുമായിട്ട് ലീഡ് ചെയ്യുന്ന എല്ലാ പ്രിൻസിപ്പൽ മൈനേഴ്സും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് വാല്യൂ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പറ്റില്ല. ഇനി നമുക്ക് ഇതിലെ ഒരു 2 സെക്ടർ കേസ് നോക്കാം. അത് സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അതായത് 2 ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2x2 മെട്രിക്സിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇഫ് ദർ ആർ ഓൺലി 2 ഇൻഡസ്ട്രീസ്, അത് ഒരു ഈ മോഡലിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപമാണിത്. ഇപ്പം എ ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താണ് മെട്രിക്സ് എങ്ങനെ? A11, A12, A21, A22 ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെയാണ് ഇൻപുട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഓഫ് വാസിലി ലിയോൺടിഫ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വാസിലി ലിയോൺടിഫ് പറഞ്ഞ മോഡലിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻപുട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് വരുന്നത്. അപ്പം ഇത് എത്ര ഇൻപുട്ട്, അതായത് ഹൗ മച്ച് ഇൻപുട്ട് ഫ്രം ഈച്ച് ഇൻഡസ്ട്രി ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ അനദർ ഇൻഡസ്ട്രി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് അതിന്റെ റോ മെറ്റീരിയലിൽ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഓരോ ഇൻഡസ്ട്രിയുടെ എത്ര ഇൻപുട്ട് വേണം അതിന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇതിന് ഓരോ എലമെന്റിനും നമുക്ക് പരിശോധിക്കാം. ഇപ്പം 2 ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രി 1ഉം 2 എന്ന് സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രി 2 ആണ്. ഓക്കെ, അപ്പം എവിടെയൊക്കെ 1 ഉണ്ടോ എവിടെയൊക്കെ 1 ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇതിൽ A11 എന്ന് നടക്കുന്നില്ലേ, അതെന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രം ഇൻഡസ്ട്രി 1 നീഡഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രി 1 ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? 1 എന്ന ഇൻഡസ്ട്രിക്ക് അതിന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻപുട്ട് വേണ്ടേ? അപ്പൊ അതാണ് സൂചിപ്പിക്കുന്നത്. 1, 2 ആണെന്നുണ്ടെങ്കിലോ അതിപ്പോ ഇങ്ങനെ വരും: ഇൻപുട്ട് ഫ്രം ഇൻഡസ്ട്രി 1 നീഡഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രി 2 ഔട്ട്പുട്ട്. ഇൻഡസ്ട്രി 2 ഔട്ട്പുട്ടിന് ഇൻഡസ്ട്രി 1ൽ നിന്ന് എത്ര ഇൻപുട്ട് വേണം? മനസ്സിലായില്ലേ? അപ്പൊ ബാക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. അപ്പൊ A21 എന്തായിരിക്കും?
ഇൻപുട്ട് ഫ്രം ഇൻഡസ്ട്രി 2, ഇൻഡസ്ട്രി 2-ൽ നിന്നുള്ള ഇൻപുട്ട് നീഡഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രി 1 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രി 1 ഔട്ട്പുട്ട്, ഇൻഡസ്ട്രി 1-ന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി 2-ൽ നിന്ന് എത്ര ഇൻപുട്ട് വേണം എന്നുള്ളത്. ഓക്കെ, A22 ആണെന്നുണ്ടെങ്കിലോ ഇൻപുട്ട് ഫ്രം ഇൻഡസ്ട്രി 2, ഇൻഡസ്ട്രി 2-ൽ നിന്നുള്ള ഇൻപുട്ട് എന്തിനു വേണ്ടിയിട്ട് നീഡഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രി 2 ഔട്ട്പുട്ട്. ഇൻഡസ്ട്രി 2-ന് ഒരു 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇൻഡസ്ട്രി 2-ൽ നിന്ന് എത്ര ഇൻപുട്ട് ആവശ്യമാണെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ റിക്വയർസ് അത് എല്ലാത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് എന്താണ് 1-നും 0-ക്കും ഇടയിൽ നിൽക്കണം. ഓക്കെ, അത് 0.3 0.4 അങ്ങനെയുള്ള, അത് മൈനസ് ആവാൻ പാടില്ല. ഓക്കെ, 0-ക്ക് താഴേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അതായത് 1-ന് മേലിലോട്ടും പോകാൻ പാടില്ല, മാക്സിമം 1 ആയിരിക്കണം. അപ്പം അതിങ്ങനെയാണ് കാണിക്കുന്നത്, 1 മൈനസ് A11 ഈസ് ഗ്രേറ്റർ ദാൻ 0. മനസ്സിലായില്ലേ? അപ്പോൾ 0-ക്ക് എന്താണ് മുകളിലോട്ട് 0-ക്ക് കീഴോട്ട്, അതായത് മൈനസിലേക്ക് പോകാൻ പാടില്ല. അടുത്തത് 1 മൈനസ് A11 ഇൻറ്റു 1 മൈനസ് A22 മൈനസ് A12 A21 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ വാല്യൂ എന്താവാൻ പാടില്ല, 0-ക്ക് താഴേക്ക് മൈനസിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, എന്നാൽ മാത്രമേ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇഫ് ദീസ് ഹോൾഡ് ബോത്ത് സെക്ടേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് പോസിറ്റീവ് ഔട്ട്പുട്ട്സ്. അത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെക്ടറിനും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു എക്കണോമിക് മീനിങ് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ദ കണ്ടീഷൻ എൻഷുവേഴ്സ്, അത് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉറപ്പുവരുത്തണം. എന്താണ്? നോ ഇൻഡസ്ട്രി യൂസസ് മോർ ഇൻപുട്ട് ദാൻ ഇറ്റ് പ്രൊഡ്യൂസസ്. അതായത് ഒരു ഇൻഡസ്ട്രിയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഇൻപുട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ എക്കണോമി ഈസ് ടെക്നിക്കലി വയബിൾ, അതായത് വയബിൾ ആയിട്ടുള്ളതുകൊണ്ട് നോൺ വയബിൾ ആയിട്ടുള്ളതുണ്ട്. അത് ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്ത് അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുന്നുണ്ടെങ്കിലാണ് അവർ വയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ എക്കണോമി എന്ന് പറയുന്നത് ടെക്നിക്കലി വയബിൾ ആണ്, അതായത് ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആരും മേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള, അപ്പം മീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻ വരാത്തതാണ് നോൺ വയബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എക്കണോമി ടെക്നിക്കലി വയബിൾ ആണ്, ആ ടെക്നോളജി വയബിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്, ഡിമാൻഡും സപ്ലൈ മീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് ഇന്റേണലി കൺസിസ്റ്റന്റ്. ഈ പ്രൊഡക്ഷൻ സിസ്റ്റം ഇന്റേണലി ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. ഓക്കെ, നമുക്ക് ഫോറിൻ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തെന്ന് പറയുന്നത് ഫൈനൽ ഡിമാൻഡ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് പോസിറ്റീവ് ഔട്ട്പുട്ട്. അതായത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഫൈനൽ ആയിട്ടുള്ള ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈ ഒരു ഔട്ട്പുട്ടിന് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കണ്ടീഷൻ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ 4 കണ്ടീഷൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാവും. സം ഔട്ട്പുട്ട്സ് ബിക്കം നെഗറ്റീവ്, ചില ഔട്ട്പുട്ട് നെഗറ്റീവ് ആയാൽ പരാജയപ്പെട്ടു എന്ന് നേരത്തെ പറഞ്ഞു. മെട്രിക്സിലെ ഉള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്, 0-ക്കും 1-നും ഇടയിൽ നിൽക്കുന്ന വാല്യൂസ് ആണ്. സിസ്റ്റം ബിക്കംസ് എക്കണോമിക്കലി ഇമ്പോസിബിൾ. ഈ സിസ്റ്റം എക്കണോമിക്കായിട്ട് ഇത് സാധ്യമല്ലാതായിട്ട് പോകും, ഇമ്പോസിബിൾ ആയിട്ട് പോകും. ഇതിൻ്റെ ഒരു സിമ്പിൾ ഇൻറ്റ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയാം. അത് ഇറ്റ് മീൻസ്, അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ദ ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രികൾ പരസ്പരം ഇൻപുട്ടിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുള്ളത്. ഇത് ഷുഡ് നോട്ട് ബി സോ സ്ട്രോങ് ദാറ്റ്, ഇത് വളരെ ശക്തമായിട്ട്, അതായത് ഈ ഒരുപാട് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വന്നിട്ട് അങ്ങനെ ആകരുതെന്നാണ് പറയുന്നത്. ദാറ്റ് പ്രൊഡക്ഷൻ ബിക്കംസ് സെൽഫ് ഡിഫീറ്റിംഗ്. അത് സെൽഫ് ഡിഫീറ്റിംഗ് ആവരുത്, അതായത് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ പരാജയം സംഭവിച്ചാൽ നെഗറ്റീവിലേക്ക് പോകരുത്. ഈച്ച് ഇൻഡസ്ട്രി മസ്റ്റ് പ്രൊഡ്യൂസ് മോർ ദാൻ ഇറ്റ് യൂസസ് ഇന്റേണലി. അത് ഇന്റേണലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടിയ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.